ഹലോ ഗൈസ്, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ അൺബോക്സിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിൻറ്റേജ് കാർ മോഡലാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം. അതുപോലെ തന്നെ നമ്മൾ പാക്കിംഗ് ഒക്കെ അടിപൊളി നല്ല ബെറ്റർ ആയിട്ടൊരു പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഗാരേജിലെ പുതിയ മെമ്പർ. അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ ടൂൺ കളേഴ്സ് ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു വിൻറ്റേജ് മോഡൽ കാർ തന്നെയാണ്. ആക്ച്വലി ഇതൊരു അമേരിക്കൻ വിൻറ്റേജ് കാർ മോഡലാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ വണ്ടിയുടെ പേരെന്താണ്. അപ്പോൾ നമുക്ക് അതിന്റെ പേര് ഞാൻ പറഞ്ഞു തരാം. 1955 മോഡൽ ഷെവർലെറ്റ് ബെൽ എയർ എന്നാണ് ഈ കാറിന്റെ നെയിം വരുന്നത്. അതായത് വിൻറ്റേജ് കാർ മോഡലാണ്. അത് മാത്രമല്ല ഇതൊരു സ്റ്റേഷൻ വാഗൺ ടൈപ്പ് കൂടിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 ഡോർസ് ഓപ്പണബിൾ ആണ്. അതായത് 2 ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്കെയിൽ മോഡലുള്ള പോലെ തന്നെ ഫുൾ ബാക്ക് ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. നമ്മുടെ ക്രോം എലമെന്റ്സ് ഒക്കെ നല്ല ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോഗോ, ഗോൾഡ് ലൈൻസ് ഒക്കെ അതൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിൽ ഉണ്ട്. ടയേഴ്സ് ആയാലും ബമ്പേഴ്സ് ആയാലും ബ്രാക്ക് ലൈറ്റ്സ് ആയാലും പഴയ മോഡൽ സ്റ്റേഷൻ വാഗന്റെ ഒരു ഒരു എക്സാക്ട് സ്കെയിൽ മോഡൽ തന്നെയാണ്. അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഈ വിൻറ്റേജ് കാറിന്റെ സ്കെയിൽ മോഡൽ സൈസ് പറയുകയാണെങ്കിൽ 1:32 സ്കെയിൽ മോഡലാണ്. ഈ സ്കെയിലിൻ്റെ ലെങ്ത് വന്നിട്ട് പറയുമ്പോൾ 12.5 സെൻറ്റിമീറ്റർ, ഹൈറ്റ് വന്നിട്ട് 4 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ വിട്ട് വന്നിട്ട് 4.7 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയെന്നല്ലേ. ഇത് വാട്സപ്പിൽ സ്കെയിൽ മോഡൽ സെയിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിലും കെയറിലും വണ്ടിക്കുണ്ട്. അതുപോലെ തന്നെ പാക്കിങ് അവർ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഡീലിങ്ങും കാര്യങ്ങളും ഓക്കെയാണ്. അത്യാവശ്യം പ്രൈസും ഒരു കുഴപ്പമില്ലാത്ത പ്രൈസാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.